നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് നാരായണീയം കുറേ ദിവസമായി, നമുക്ക് 1-2 ഖണ്ഡിക നമുക്ക് നോക്കാം. നമ്മൾ വായിച്ചത് സെമന്തക ഉപാഖ്യമായിരുന്നു. 4-5 ശ്ലോകം വരെ വായിച്ചു. അതായത് അത് ചുരുക്കി ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താം. സെമന്തകം എന്ന് പറഞ്ഞത് സൂര്യനിൽ നിന്ന് സത്രാജ്യത്തിന് കിട്ടിയ സെമന്തകമണി, നല്ല തിളക്കമുള്ളതാണ്. ഈ സെമന്തകമണി ഇങ്ങനെ സത്രാജ്യത്തിന് കിട്ടുന്നത് കണ്ട് ഭഗവാൻ കൊതിച്ച് എന്ത് ചെയ്തു, സത്രാജ്യത്തിനോട് ചോദിച്ചു മണി ഭഗവാന് കൊടുക്കുമോ എന്ന്. പക്ഷേ അയാൾ കൊടുക്കുമോ? അയാൾക്ക് കിട്ടിയ മണി? അങ്ങനെ അയാളുടെ അനുജൻ ചോദിച്ചു, എന്തായാലും കഴുത്തിലിട്ട് കൊടുത്തു ഈ മണി. പ്രസേനൻ എന്ന അനുജൻ്റെ പേര്, സത്രാജ്യത്തിൻ്റെ അനുജൻ്റെ പേര് പ്രസേനൻ. ഈ പ്രസേനന് ഭഗവാന് കൊടുത്തില്ല, കൊടുക്കാണ്ട് അയാളുടെ അനുജന് കഴുത്തെ ഇട്ട് കൊടുത്ത്. അനുജൻ എന്ത് ചെയ്ത്, അതിൻ്റെ തിളക്കവും കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ പോയി നായാട്ടിന് പോയി വനത്തിൽ. ആ തിളക്കം കണ്ട് അപ്പോൾ ആരാ ഇതിനെ കണ്ട്? സിംഹം നോക്കിയപ്പോൾ നല്ല തിളക്കം, കഴുത്തെ തിളങ്ങുന്നു. അപ്പോൾ എന്നാൽ എന്തെങ്കിലും ഭോജ്യ ആഹാരം വല്ലതും ആണെന്ന് കണ്ടിട്ട് അയാളെ കൊന്ന്, ഈ സിംഹം കൊന്നിട്ട് മണി കൈക്കലാക്കി. തിന്നുന്ന തീറ്റയാണെന്ന് പറഞ്ഞാണ് എടുത്തത്. പക്ഷേ ഈ സത്രാജ്യത്തിൻ്റെ അനുജനോ ചത്തും പോയി, പ്രസേനൻ. മണി സിംഹത്തിൻ്റെ കയ്യിലുമായി. ഇത് ജാമ്പവാൻ കണ്ട് സിംഹത്തിൻ്റെ കയ്യിൽ ഈ തിളക്കം കൊണ്ട് നോക്കിയ മണി, സിംഹത്തിനെ കൊന്ന് ജാമ്പവാൻ മണി കൈക്കലാക്കി. അപ്പോൾ ഈ സമയം വീട്ടിൽ വരേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞിട്ടും പ്രസേനനെയും കാണുന്നില്ല, മണിയെയും കാണുന്നില്ല. സത്രാജ്യത്ത് ഇങ്ങനെ വിഷമിച്ച് അനുജനെയും കാണുന്നില്ല, മണിയും ഇല്ല. അപ്പോൾ ജാമ്പവാൻ ഈ മണിയും കൊണ്ട് ഗുഹയ്ക്കകത്തേറി അയാളുടെ മകന് കളിക്കാൻ കൊടുത്തു. അപ്പം ഈ സത്രാജ്യത്ത് വിചാരിച്ച് എന്താണ്, ആളിനെ കാണുന്നില്ല, മണിയും കണ്ടില്ല. എന്നാൽ കൃഷ്ണൻ ഇത് ചോദിച്ചിട്ടുണ്ട്, കൊതിച്ച് ചോദിച്ചല്ലോ. എന്നാൽ കൃഷ്ണനെങ്ങാണോ ഇങ്ങനെ ഇനി അനുജനെ കൊന്നിട്ട് മണി കൈക്കലാക്കിയതാണോ? ഇത് സംശയം ഇങ്ങനെ ഉണ്ട് അയാൾക്ക്. അതുകൊണ്ട് അയാൾ സമയം കഴിഞ്ഞിട്ടും അനുജനെ കാണാത്തത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്ത്, കൃഷ്ണൻ അനുജനെ പ്രസേനനെ കൊന്ന് മണി മോഷ്ടിച്ചു എന്ന് അവിടെ എല്ലാം അങ്ങ് വിളംബരമാക്കി. എല്ലാവരും അങ്ങ് അറിഞ്ഞ് ഭഗവാൻ പ്രസേനനെ കൊന്ന് മണി മോഷ്ടിച്ചെടുത്തു. അവിടെ എല്ലായിടവും അങ്ങ് അറിഞ്ഞപ്പോൾ ഭഗവാൻ ഇത് ഒരു കൊലയാളിയായി, മോഷ്ടാവുമായി. ഭഗവാൻ എന്ത് ചെയ്ത്, ഭഗവാൻ ഇതൊന്നും കേട്ടെന്ന് പറഞ്ഞ് ഒന്നും ഒരു വിഷമം ഉണ്ടാവത്തില്ല. പക്ഷേ നിരപരാധിത്വം ജനങ്ങൾ ഇതോടുള്ള ഇന്നും നമ്മളങ്ങനെ കരുതും. എങ്കിലും കൃഷ്ണൻ അന്ന് അങ്ങനെ ചെയ്തില്ല. ഇന്നും അത് നമ്മളിങ്ങനെ സാധാരണക്കാരാണെങ്കിൽ കളയും. ഭഗവാന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും നമുക്കൊരു ഓർമ്മ നിലനിൽക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തതും ഇന്നും നമ്മളെപ്പോഴും അത് ഓർത്തിരിക്കുന്നത്. എന്താ? അത് ഭഗവാനായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വേണ്ടാത്തതായാലും നമ്മൾ മനസ്സിലാക്കും, ഭഗവാൻ അങ്ങനെ കാണണം, അന്നങ്ങനെ ചെയ്തില്ലയോ എന്ന് നമ്മൾ കരുതും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, സ്വജനങ്ങളുമായി വനത്തിലേക്ക് പുറപ്പെട്ടു കണ്ടുപിടിക്കാൻ. ഇതെങ്ങനെ പോയി, ഈ മണി എങ്ങനെ പോയി, പ്രസേനനെ എന്ത് ചെയ്തു, ആര് കൊന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്തു അറിയാൻ അവർ തിരക്കി വനത്തിലേക്ക് പോയി കുറച്ച് ജനങ്ങളുമായിട്ട്. ഭഗവാന്റെ തന്നെ സ്വജനങ്ങൾ, ഭഗവാൻ തന്നെ കുറച്ച് ആളുകളായി പോയി നോക്കി ചെന്നപ്പോൾ എന്താണ്, അവിടെ ചത്ത് കിടക്കുക പ്രസേനൻ. സിംഹവും ചത്ത് കിടക്കുന്നു. ഒരു സിംഹവും ചത്ത് കിടക്കുന്നു, പ്രസേനനും ചത്ത് കിടക്കുന്നു. പക്ഷെ മണി അടങ്ങുമില്ല. അങ്ങനെ മണി കാണാഞ്ഞപ്പം അപ്പം മണി ആരോ കൊണ്ടുപോയെന്ന് മനസ്സിലാക്കാം. ചത്തിട്ടും ആ മണിയുടെ കിടപ്പുണ്ടെങ്കിൽ അത്ര തിളക്കം എവിടെ നിന്നാലും. ഇപ്പോൾ സൂര്യൻ എവിടെ നിന്നാലും നമുക്ക് കാണാൻ തിളങ്ങും. അതുപോലെ തന്നെയാണ് മണിയും. എവിടെ നിന്നാലും ആ മണി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത്ര തിളക്കമാണ്. അതുകൊണ്ട് മണി അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരക്കിയപ്പോൾ എന്തോ ഒരു ഗുഹയിൽ, ജാമ്പവാൻ്റെ ഗുഹയ്ക്കകത്ത് ഒരു കുട്ടി ഇതിട്ട് കളിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഭഗവാൻ കയറിയപ്പോൾ ഈ വയസ്സനായ ജാമ്പവാൻ എന്ത് ചെയ്തു, എൻ്റെ ആലയത്തിൽ ഇവിടെ ആരാ ഇത്ര ധിക്കാരമായി ഇങ്ങനെ കടന്നു വരുന്നത്, അത് കൊള്ളത്തില്ല എന്ന് കരുതി ഇയാൾ എന്ത് ചെയ്ത്, ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്, ഭക്തനാണ് അയാൾ, ഭഗവാന്റെ ഭക്തനാണ്. അതുകൊണ്ട് മുഷ്ടി ഉരുട്ടി ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞ ഇടി കൊടുത്തത്. പക്ഷെ ഭഗവാനാണെന്ന് അയാൾ അറിയുന്നില്ല. എന്ത് കർമ്മവും ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന്. നമ്മൾ ഇപ്പോൾ ഇടിച്ചപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്ത്, ഭക്തനായത് ഭഗവാനെ ഇവൻ ആരാ, ഇവന് 2 ഇടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഇടി കൊള്ളുന്നതും ഭഗവാൻ, പ്രാർത്ഥിക്കുന്നതും ഭഗവാന്. അപ്പോൾ അത് ഒരു അർച്ചനയായി മാറി. അതാ നമ്മൾ ഒരു ദുഷ്കർമ്മം നമ്മൾ അറിയാതെ ഒരു പാപകർമ്മമായാൽ, അപ്പോൾ ഇതിപ്പോൾ പാപകർമ്മമല്ലേ അയാൾ ഇടിച്ചത്, മുഷ്ടി ഉരുട്ടി ഇടിച്ചത്. എന്താ അതൊരു പുഷ്പാർച്ചന പോലെ ആയത്, ഭഗവാനേ എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നത്.
അത് ഭഗവാനുള്ള ചിന്ത. അപ്പോൾ അദ്ദേഹം നല്ലൊരു അർച്ചനയല്ലയോ. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കണം, നമുക്ക് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. അപ്പോൾ അത് ദോഷമായാലും ഗുണമായാലും നന്മ തന്നെയായിരിക്കും. തെറ്റായ കർമ്മമായാലും അത് നന്മയായി ഭവിക്കും, സൽക്കർമ്മമായി ഭവിക്കും. കാരണം എന്താ, ഈശ്വരാന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണമായി അർപ്പിക്കുക, നമ്മൾ ഈശ്വരനെ അർപ്പിക്കുക. ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഇടി കൊടുക്കുമ്പോൾ ആ ഈശ്വരനെ അർപ്പിച്ച് കഴിയുക ആ കർമ്മം. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് പാപമില്ല, അതൊരു സൽക്കർമ്മമായി മാറി. അങ്ങനെ ഭഗവാൻ പിന്നെ തിരിച്ചറിഞ്ഞ അങ്ങാര് ഭഗവാൻ യഥാർത്ഥ സാധാരണക്കാരനല്ല, ഇത് യഥാർത്ഥമായി പരമാത്മാവാണ്, ഇത് വിഭോ രാമചന്ദ്ര എന്ന് പറഞ്ഞല്ലേ, പ്രഭോ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത്. അതിനുശേഷം ഭഗവാനെ തിരിച്ചറിയേണ്ടി വന്നു. കാരണം ഒരു ഭക്തന് തിരിച്ചറിയാൻ പറ്റും, ആ ഇടിയിൽ എന്തെങ്കിലും പന്തികേട് കാണും. ഒന്നിൽ ഭഗവാൻ തിരിച്ചടിക്കാതെയോ അതിന് വേണ്ടുന്ന രീതിയിൽ നിന്നിട്ടുണ്ട്. അപ്പോഴെന്ത് വന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണെന്ന്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മകളായ ജാമ്പവതി, സുന്ദരിയായ ജാമ്പവതിയെയും മണിയും കൂടെ ഭഗവാന് കൊടുത്തു. കാരണം ഇത്രയെല്ലാം സംഭവിച്ചു പോയത് അദ്ദേഹം അത്രമാത്രം വേദന അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സുന്ദരിയായ തൻ്റെ മകളായ ജാമ്പവതിയെയും ഈ മണിയും കൂടെ ഭഗവാന് കൊടുത്തു. ഭഗവാൻ അത് സന്തോഷമായിട്ട് സ്വീകരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി എന്ത് ചെയ്തു, ആ മണി സത്രാജ്യത്തിന് അതിൻ്റെ ഉടമസ്ഥന് തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോഴും നമുക്ക് അത് ബാക്കി വായിക്കാം. ദശകം 80 സെമന്തകോപാഖ്യാനം ശ്ലോകം 6. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരം മഹോധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാ തസ്യൈവാദാൽ മണിം ഗഹനാശയ. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരം മഹോധീമാൻ ഭാമാ ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാ തസ്യൈവാദാൽ മണിം ഗഹനാശയ. അങ്ങനെ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ സത്രാജ്യത്തിന് തന്നെ മണി കൊണ്ട് ഭഗവാൻ തന്നെ കൊണ്ട് കൊടുത്തു. മോഷ്ടാവെന്നും കൊലയാളിയെന്നും കാരണം അനുജനെ കൊന്നെന്നും എല്ലാം പറഞ്ഞു പരത്തിയ സത്രാജ്യത്തിന് ഭഗവാൻ ഈ മണിയും കൊണ്ട് കൊടുത്തപ്പോൾ സെമന്തകം കിട്ടിയതിന് ശേഷം ലജ്ജിതനായ സത്രാജിത്ത് അത്രത്തോളം പറയാൻ പറ്റാത്തവണ്ണം അയാൾ ലജ്ജിതനാവും. കാരണം നിരപരാധിയായ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോട്ടെ, ഭഗവാനോട് ഇത് ഇത്രയും പറയാൻ കൊള്ളാമോ? സാധാരണക്കാർക്കുള്ള ആരോടും പറഞ്ഞുകൂടാ, ഭഗവാനോട് പറഞ്ഞാൽ പിന്നും ക്ഷമിക്കും, ഭഗവാൻ ക്ഷമിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനൊട്ടും പറഞ്ഞുകൂടാ, ഭഗവാൻ ക്ഷമിക്കും. ഒരു സാധു ഒരു ഭക്തനോടാണ് ഇത് കാണിച്ചെങ്കിൽ ഭഗവാൻ ക്ഷമിക്കത്തില്ല. പക്ഷേ ഭഗവാനുള്ള ക്ഷമ ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നിരപരാധിത്വം തെളിക്കണ്ടേ, കൊലയാളി എന്ന് കേട്ടില്ലേ. അതുകൊണ്ട് ഭഗവാനോട് ഇവന് ലജ്ജ തോന്നിയിട്ട് എന്ത് ചെയ്തു സത്രാജിത്ത്, സുന്ദരിയും സുലോചനയുമായ തൻ്റെ മകളെ, അത് സത്യഭാമയെ മണിയോടുകൂടി ഭഗവാൻ നൽകി. കാരണം അത്രമാത്രം എളിഭ്യനായിപ്പോയി, വേണ്ടാത്തത് പറഞ്ഞു പോയില്ലേ, പറയാൻ പാടില്ലാത്തതല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇയാൾ നാണിച്ച് സത്രാജിത്ത് അയാളുടെ മകളെ, സുന്ദരിയും സുശീല സുലോചനയുമായ തൻ്റെ മകളെ, സത്യഭാമയാണ് പേര്, സത്യഭാമയും മണിയും കൂടെ കൂട്ടി. അന്നേ ഉണ്ട് ഈ സ്ത്രീധനം. ഈ സുന്ദരിയായ സ്ത്രീയെ മാത്രമല്ല കൊടുക്കുന്നത്, രുക്മിണി തന്നെ വിവാഹം എന്തെല്ലാം കൊടുത്ത് അന്നേ ഉണ്ട് ഈ സ്ത്രീധനം. അന്നത് ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ത്രീധനത്തിന് വല്ല അടി ഉണ്ടാവത്തില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അന്നേ ഉണ്ട് ഈ കോലാഹലങ്ങൾ മൊത്തം. അങ്ങനെ സത്യഭാമയെ മണിയോടുകൂടി ഭഗവാൻ നൽകി ഈ സത്രാജിത്ത്. കിട്ടേണ്ടത് കിട്ടിയതിൽ സന്തോഷിച്ച് ഭഗവാൻ എന്താ കിട്ടിയ മണിയല്ല ഭഗവാൻ ആവശ്യം. സത്യഭാമ അത്രത്തോളം ഭഗവാനേന്നും പറഞ്ഞിരിക്കുന്ന ഭഗവാൻ അറിയാം. അത്രയ്ക്കും ഈശ്വരനോട് കണ്ണനോട് ഇഷ്ടമാണ് സത്യഭാമയ്ക്ക്. അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ഇഷ്ടം. ഭഗവാൻ ഇഷ്ടം ഉണ്ടായിട്ടാവണമെന്നില്ല, നമ്മുടെ ഇഷ്ടം. ഒരു ഭക്തൻ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു ഭക്തയോ ഒരു ഭക്തനോ ആണെങ്കിൽ അവരുടെ കാര്യം നിറവേറ്റാൻ ഭഗവാൻ അങ്ങേറ്റം ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാന് കിട്ടേണ്ടത് കിട്ടിയതിൽ സന്തോഷിച്ച്, സത്യഭാമയെ കിട്ടിയതിൽ സന്തോഷിച്ചിട്ട് മണി എന്ത് ചെയ്ത് സത്രാജിത്തിന് തിരിച്ചു കൊടുത്തു. ഭഗവാൻ എന്തിനാ മണി? അതുകൊണ്ട് ഭഗവാൻ തന്നെ മണിയല്ലേ, പിന്നെ ഭഗവാൻ വേറൊരു മണി വേണോ? ഭഗവാൻ തിളക്കമുള്ള ഭഗവാനല്ലേ.
പരമാത്മാവിന് എന്താ അതെല്ലാം ഇതെല്ലാം അവിടെ നിന്നുണ്ടായതല്ലേ, അവിടെ വിചാരിച്ചതെല്ലാം ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് ഒന്നിനും മുട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈ മണി? അവിടെ ഭഗവാന് വേണ്ടത് എന്താണ്? സത്യഭാമ. ആ സത്യഭാമയെ കിട്ടിയത്, അതാണ് ആഗ്രഹം, അതാണ് കിട്ടേണ്ടത്. കിട്ടിയതിൽ സന്തോഷിച്ചിട്ട് മണി തിരിച്ചു കൊടുത്തു, സത്രാജിത്തിന് തന്നെ തിരിച്ചു നൽകി. നമുക്ക് 7-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയാത കുരുൻ പ്രയാതേ ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിം ആജഹാര. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയാത കുരുൻ പ്രയാതേ ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിം ആജഹാര. അങ്ങനെ ഭഗവാന് തിരിച്ച് സത്യഭാമയെ കൊടുത്ത് ഭഗവാൻ തിരിച്ച് എന്ത് ചെയ്ത്? മണിയങ്ങ് സത്രാജിത്തിന് കൊടുത്ത്. അങ്ങനെ ഭഗവാൻ എന്തിനുവഴി നാരായണൻ സത്യഭാമയോടൊപ്പം രമിച്ച് കഴിയുന്ന കാലത്ത് സന്തോഷമായിട്ട് അവർ ദ്വാരകയിൽ നന്നായി സന്തോഷത്തോടെ നന്നായി രമിച്ച് അവർ കഴിയുക. അത്ര ആനന്ദത്തോടെ കഴിഞ്ഞ ഒരു ദിവസം പാണ്ഡവന്മാർ അരക്കില്ലത്ത് വെന്തുപോയി എന്നൊരു വാർത്ത കേട്ട്, അരക്കില്ലം തീർത്തിട്ട് അവരെ കൊല്ലാനായിട്ട് തന്നെ ഈ അരക്കില്ലം തീർത്തത്, അതവിടെ അതിൽ കിടന്ന് ചാമ്പലായിപ്പോയി, അവിടെ കിടന്ന് മരിച്ചു പോയെന്നൊരു വാർത്ത ശ്രുതി ചെയ്തു. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഭഗവാൻ തന്നെ ഇത് മോഷ്ടിച്ചു പ്രസേനനെ കൊന്നു എന്ന് പറയുന്നതുപോലെ ഇവിടെ അർജുനനും നകുല സഹദേവന്മാരും ഭീമനും യുധിഷ്ഠിരനൊക്കെ പാണ്ഡുപുത്രന്മാരാ. ഇവരെല്ലാം അരക്കില്ലത്ത് കിടന്ന് വെന്തുപോയി എന്ന് കേട്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? അതിനെപ്പറ്റി അന്വേഷിക്കാൻ കുരുദേശത്തേക്ക് പുറപ്പെട്ടു. ദ്വാരകയിൽ നിന്ന് അളിയന്മാരല്ലേ, കുന്തി ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയൽ, അപ്പോൾ അവരുടെ മക്കൾ ബന്ധവും, അതുമാത്രമല്ല ഭഗവാൻ അങ്ങനെ തിരക്കേണ്ട ആവശ്യമുണ്ടല്ലോ, പ്രധാനമായിട്ടും ഭഗവാൻ തിരക്കേണ്ട കാര്യമുണ്ടല്ലോ എല്ലാം കൊണ്ടും. അതുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. അഹോ കഷ്ടം! അപ്പോൾ എന്ത് വന്നു? ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അക്രൂരനും കൃതവർമാവും പറഞ്ഞതനുസരിച്ച് ശതധന്വാവ് സത്രാജിത്തിനെ നിഗ്രഹിച്ച് കൊന്ന്. എന്തിനാ? ഈ മണിക്ക് വേണ്ടി. ഈ മണി അത്ര പ്രസിദ്ധമാണ്, അത്ര തിളക്കമാണ്, സൂര്യനെ നോക്കുന്ന പോലെ ഇരിക്കും, ലോകം മൊത്തവും പ്രകാശിക്കുന്ന പോലെ ഈ മണി അത്ര തിളക്കമാണ്. അത് ആർക്കും കൈക്കലാക്കാൻ ശ്രമിക്കും. ഭഗവാന് വേണ്ടത്, ഭഗവാൻ ആനന്ദ സ്വരൂപനല്ലേ, ഭഗവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമുക്ക് വേണ്ടിയല്ലേ ഭഗവാൻ അവതരിച്ചത്, അല്ലേ പിന്നെ ഇത് എന്തെങ്കിലും വേണ്ടിയിട്ടാണോ? ലോകത്തിലെ ഒന്നും വേണ്ടിയിട്ടില്ല, ഒന്നും ഭഗവാന് ചെയ്യേണ്ടതായിട്ടുമില്ല, വേണ്ടതായിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്ന ഭഗവാനേ എന്നുള്ള ചിന്തയിൽ അത് കാര്യം സാധിച്ചു തരുന്നു. ഭഗവാൻ ആരുടെ സംഘവും ഇല്ല. നമുക്ക് ഇഷ്ടം കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട് ഒരു ഭക്തന് എങ്ങനെയാണ് അത് നിറവേറ്റി കൊടുക്കുന്നത്? സത്യഭാമയ്ക്ക് അത്രമാത്രം സ്നേഹം ഭഗവാനോട് ഉള്ളതുകൊണ്ട് ആ കാര്യം നിറവേറ്റുന്നു. അല്ല, ഭഗവാൻ ആരോടും അത് വെച്ചൊരു സംഘമില്ല, നമുക്കാണ് അതുള്ളത്. അതുകൊണ്ട് ഭഗവാനോട് ഇല്ലാത്ത സമയം നോക്കി അവിടെ ഈ മോഷ്ടാവെന്നും കൊലയാളിയെന്നും പറയുന്നത് പോലെ തന്നെ ഈ തിരിച്ചു കൊണ്ടുവന്ന് സെമന്തകമണി ഉടമസ്ഥനെ സത്രാജിത്തിനെ ഏൽപ്പിച്ചു എന്നും അതും എല്ലായിടും അങ്ങ് അറിയും. അങ്ങനെ അറിഞ്ഞ വഴിക്ക് അക്രൂരനും കൃതവർമാവും പറഞ്ഞു കേട്ട്, ആര് കേട്ടു? ശതധന്വാവ്. അയാൾ എന്ത് ചെയ്തു? സത്രാജിത്തിനെ നിഗ്രഹിച്ച് മണി തട്ടിക്കൊണ്ടുപോയി. ഭഗവാനോടില്ല, ഭഗവാൻ എവിടേക്ക് പോയേക്കുക? ഈ അരക്കില്ലത്ത് ഈ കുട്ടികളെല്ലാം പാണ്ഡുവിൻ്റെ മക്കളായ പഞ്ചപാണ്ഡവരെല്ലാം അതിൽ കിടന്ന് വെന്തുപോയി, മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടിപ്പോയി ഭഗവാൻ. ആ തക്കം നോക്കി ഈ സത്രാജിത്തിനെ നിഗ്രഹിച്ച് വധിച്ചു. ആരാ? ശതധന്വാവ്. എന്നിട്ട് മണി തട്ടിക്കൊണ്ടുപോയി. ഇന്നും ഇവിടെ, അന്ന് അവിടെ നടന്ന സംഭവം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു ഈ ഭൂമിയിൽ. എത്രയോ കാലമായി ഇന്ന് നടന്നിട്ട് ഇന്നും എവിടെങ്കിലും പണമോ ഇതുപോലെ തിളക്കമുള്ള സ്വർണമോ എന്നുണ്ടെങ്കിൽ ഇന്നും ആളുണ്ടെങ്കിലും വധിച്ച് കൊന്നിട്ട് കൊണ്ടുപോകും. അത് ആളില്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ആകും പിന്നെ കൊല്ലാതെ കൊണ്ടുപോകും. കാരണം എവിടെയെങ്കിലും നമ്മളെല്ലാം പുറപ്പെട്ടു പോയാൽ വീട്ടിലൊന്നും വെച്ചേക്കരുത് ഉള്ളവർ. കാരണം വല്ല ബാങ്കിലോ എവിടെയാണ് വെച്ചേക്കണം, ഇല്ലെങ്കിൽ എന്ത് വരും? അന്നേ നടക്കുന്നതാണ് ഈ സംഭവം. ഇത് ലോകത്തെ നിയമം തന്നെയാണ്. ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. ഈ കള്ളത്തരങ്ങൾ, അതായത് മോഷ്ടാവും ഈ കൊലയും എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. അതാ പ്രപഞ്ചം. ഈ പ്രപഞ്ചം ഇങ്ങനെയാണ്. ഇത് നന്മ തിന്മകൾ നിറഞ്ഞൊരു ലോകമാണ്. അതാണ് ഇവിടെ ദുരിതാബ്ധി എന്ന് പറയുന്നത്. സംസാരം എന്ന് പറയുന്നത് ഈ ദുരിതം, ഇതെല്ലാം കൂടെ ഇടകലർന്ന, ഇത് മാറ്റാൻ പറ്റുന്നതല്ല. ഇവിടെ നന്മയും ഉണ്ട്, തിന്മയും ഉണ്ട്.
നമുക്ക് തിരഞ്ഞെടുക്കണം ഏതാ നന്മ. എങ്ങനെ നന്മ? നമുക്ക് മരിക്കാതെയൊക്കെ ഇരിക്കും. ഇങ്ങനെ ആരുടെ കൈയാലും മരിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം കരുതി വെക്കുക. ആഹാരം കഴിക്കുന്ന വേണ്ടി മാത്രം. അല്ലാതെ സമ്പാദിച്ച് കൊണ്ട് കൂട്ടി വെച്ചാൽ ജനങ്ങൾ അറിയും നിരപരാധികളെ വധിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആരും ഇത് മനസ്സിലാക്കിയിട്ട് അധികപ്പറ്റായിട്ട് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട. അഥവാ അല്പം നമുക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ബാങ്കിലോ അങ്ങനെ കൊണ്ട് ഇട്ടേക്കുക. അത്രയേ ഉള്ളൂ. പൈസയായിട്ടും കാണാം. അപ്പം നമുക്ക് ആഹാരത്തിന് വേണ്ടത് അല്ലെങ്കിൽ മുട്ടി പോകത്തില്ലയോ, അതിൻ്റെ കരുതൽ വേണമല്ലോ. അങ്ങനെ അതുകൊണ്ട് അന്നേ ഇതെല്ലാം ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. പ്രകൃതി അങ്ങനെയാണ്. അത് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക. ഇവിടെ ഭഗവാൻ ഇല്ലാത്ത തക്കം നോക്കിയാണ് അത്രയും ചെയ്തത്. അപ്പം മുതലും പോയി, ആളും നഷ്ടമായി. മുതൽ പോയാലും വേണ്ടില്ല, ഈ സത്രാജിത്തിനെ വധിച്ചതല്ലേ കഷ്ടം. അപ്പം മനസ്സിലാക്കണം, നമുക്ക് മുതൽ പിന്നെ ഉണ്ടാക്കാൻ കിട്ടുമെന്ന് നിൽക്കും, പക്ഷേ ഈ ആളങ്ങ് പോയില്ലേ. അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാണ്, മനസ്സിലാക്കണം. ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം ജീവിക്കണം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.